അതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി അടപ്പയിലോട്ട് വെച്ചു. അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടാം. കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അതൊന്ന് മൂത്ത് വരട്ടെ. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ച് ചൂടെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഇച്ചിരി മുളക് പൊടി, ശകലം മുളകും കൂടെ ഇടാം. ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് കടുവും ഉലുവായും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്നാലും ശകലം ഉപ്പൂടെ. നമ്മുടെ മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഇരുന്നൊന്ന് മാങ്ങയിൽ ഉപ്പും എരിയും എല്ലാം ഒന്ന് പിടിച്ച് സെറ്റാവട്ടെ. അപ്പോൾ നമുക്ക് ടിന്നിലോട്ട് മാറ്റാം. നിങ്ങളുണ്ടാക്കുന്ന എങ്ങനെ? ഞാൻ പിന്നെ ഇതിന് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടും. നിങ്ങൾ ഇടത്തില്ലായിരിക്കും. എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഒരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ മറ്റേ മാങ്ങയ്ക്കൊക്കെ ഇടുന്ന പോലെ കുറേ അങ്ങ് ഇടത്തില്ല. കുറച്ച് അകലം ഇഞ്ചി മാങ്ങയും കൂടി ഇട്ടു ഒരു ടേസ്റ്റ്. അപ്പോൾ അതങ്ങനെ ഇരുന്ന് സെറ്റാവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാങ്ങ അച്ചാർ സെറ്റായിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ഒന്ന് ഉപ്പ് എരിയൊക്കെ പിടിച്ച് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.